എന്തോ ഇവിടെ നമുക്കൊരു ജെന്റിൽമാൻ ഉണ്ട്, നമ്മുടെ ടോപ്പ് സിംഗറിന്. അവനെ നമ്മൾ അങ്ങനെ വിളിക്കുക. അതാണ് നമ്മുടെ സാരംകുട്ടൻ. വിളിച്ചാലോ? യെസ്, സാരംകുട്ടൻ ഫ്രം കോഴിക്കോട് അല്ലേ? യെസ്, ലെറ്റ്സ് വെൽക്കം സാരംകുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ് സാരംകുട്ടൻ. ഹായ്. ഹായ് സാരംഗ്. ഹായ് സർ. ഇവൻ സാരംഗനല്ലടാ, സാരംഗനല്ല, ഇവൻ സൗരംഗനാണ്. സൗരംഗൻ 100 നിറങ്ങൾ പാടുമ്പോൾ കൊണ്ടുവരുന്ന അപൂർവമായിട്ടുള്ള ഒരു പ്രകാശം. ശാരംഗപാണി. അത് ശാരംഗപാണി. അങ്ങനൊക്കെ വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ടോ? ഇവിടെ നല്ല അറിവ്. വേറെന്തൊക്കെ വിളിക്കാറുണ്ട്? സാരംഗവാണി തന്നെ എല്ലാപ്പും വിളിക്കാറ്. ആണല്ലേ? പിന്നെ വേറെ പേരുകളൊന്നും ഇല്ലേ? ജഗത് കിഷോർ ഇല്ലേ, അപ്പൊ അവന് എന്റെ വീട്ടിൽ നിന്ന് വിളിക്കാം ഇങ്കുന്നാ. ഇങ്കു, INKU. അതാണ് നല്ല പേര്. അതെ അതെ, അത് ഞാൻ അവനോട് പറഞ്ഞു. അതിനുശേഷം അവൻ പേര് അത് മാറ്റി ചിങ്കുന്നാക്കി. ചിങ്കു സി ആക്കി. അപ്പൊ അതും മാറ്റിട്ട് അവൻ ചിങ്കന്നാക്കി. ചിങ്കനായി. ഇനി എപ്പോഴാണ് അവൾ ഡിങ്കനാവുന്നത്? നെക്സ്റ്റ് ചിക്കൻ. അപ്പൊ സാരംഗ് മാമൻ ഇന്ന് ഏത് പാട്ടാണ്? വേഴാമ്പൽ കേഴും. വേഴാമ്പൽ കേഴും വേനൽ കുടീരം അല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ലിറിക്സ് ONV കുറുപ്പ് സാർ, മ്യൂസിക് ഇളയരാജ സാർ, പാടിയത് യേശുദാസ് സാറും S ജാനകി അമ്മയും. ചിത്രം ഓളങ്ങൾ, വർഷം 1982. Okay, all the very best. Thank you.
സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. സാരംകുട്ടാ, എന്താ സർ? ആഹാ, ഒരു ചെറിയ വിളക്കിൽ നിന്നുള്ള വലിയൊരു പ്രകാശമാണ് നീ. താങ്ക് യു സർ. കേട്ടോ, എപ്പോഴും ഓർമ്മ വെക്കണം. ആ പ്രകാശം എവിടെന്നാ കിട്ടണേ? അവിടുന്ന്. എല്ലാം തരുന്നത് ആരാണോ അവിടുന്ന് കിട്ടുന്നു. അതാണ് ടാലന്റ്. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നല്ല നല്ല മനസ്സുകളിലാണ് കൂടുതൽ കൂടുതൽ വളരുന്നത്. Yes. നമ്മുടെ സാരംകുട്ടന് നല്ലൊരു മനസ്സുണ്ട്. താങ്ക് യു സർ. വെരി ഗുഡ് ഹാർട്ടഡ്. അതെപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യമാണ്. ആ ടാലന്റ് ഇങ്ങനെ വളർന്നു വരുന്നത് അങ്കിളിന് കാണാൻ പറ്റുന്നുണ്ട്. ഈ വേഴാമ്പൽ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആമ്പലാണ്? അതൊരു പക്ഷിയല്ലേ? പക്ഷിയാണല്ലേ? ആണല്ലേ? ആ, വേഴാമ്പൽ എന്ന് പറയുന്നത് ഹോൺബിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ കേരളത്തിന്റെ ഫോക്ലോറിൽ ഈ വേഴാമ്പലിനെ കുറിച്ച് ഉള്ള ചിന്ത എന്താ വെച്ചാ, പ്രത്യേകിച്ചും കവികൾ പറയുന്നത് മഴ കാത്തിരിക്കുന്ന പക്ഷി എന്നാണ്. അപ്പൊ മഴയില്ലാത്തപ്പോ വേഴാമ്പലിന് എന്താവും സാരംകുട്ടാ? വിഷമമാവും, സങ്കടവും. അപ്പൊ കേഴുക എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്നതാണ്. അപ്പൊ മഴയില്ലാതെ വരുന്ന ഒരു വേനൽ കുടീരത്തില് ഈ വേഴാമ്പൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് ഈ കഥാപാത്രങ്ങളുമായിട്ട് ഒന്നിപ്പിക്കുമ്പോഴാണ്. അപ്പൊ ആ സങ്കടം ഈ പാട്ടിലുണ്ട്. നീ പാടിയതിൽ ആ സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു റെൻഡിഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഒരുപാട് ഏരിയകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഭാഗമൊക്കെ മായിക മോഹമായി മാരിവിൽ മാലയായി മായുന്നുവോ മായുന്നുവോ ഓർമ്മകൾ കീഴുന്നുവോ, ഈ ഭാഗത്തൊക്കെ നീ നോട്ട്സിനെ തപ്പിപ്പിടിക്കുകയല്ല, നോട്ട്സ് നിന്നെ തപ്പിപ്പിടിക്കുകയാണ്. അതിന്റെ പ്രത്യേകത ഉണ്ട്. ONV സാർ പറയാറുണ്ട് ഒരു വാക്ക്, സ്വയമേ വാഗതമായി എന്ന് പറയും. അതായത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് വരണം അത് പാടുന്ന സമയത്ത്. നിത്യക്ക് ആ അനുഭവം ഉണ്ടാവും, മധുവിന് ആ അനുഭവം ഉണ്ടാവും, പാടുന്നവർക്കൊക്കെ ആ അനുഭവം ഉണ്ടാവും. എങ്ങനെയാണ് പാടിയതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നില്ല, അതങ്ങനെ വരുന്നതാണ് അല്ലേ? പക്ഷേ നമ്മൾ അതിനകത്ത് നമ്മുടെ ഹൃദയം കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ വരികളില്ലേ, ഈ വഴി ഹേമന്തമെത്ര വന്നു, സങ്കടം, ഈറനുടുത്തു കൈകൂപ്പി നിന്നു, അതുപോലെ തന്നെ എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ, കുറച്ചുകൂടെ സങ്കടം വേണം അവിടെ. ഈ വഴി ഹേമന്തമെത്ര വന്നു, ഈറനുടുത്തു കൈകൂപ്പി നിന്നു, എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ, പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു. അതാണ് എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ. സാരംകുട്ടൻ ദ ബെസ്റ്റ് ഓൾവേസ്. കേട്ടോ? ഓക്കേ സർ, താങ്ക് യു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കേ സർ. ഓക്കേ. സാരംകുട്ടാ, എന്താ സർ? നന്നായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു സർ. കേട്ടോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും. വളരെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഇന്ന് പാടിയതിന് എനിക്ക് പല ഭാഗങ്ങളും വളരെ സൂപ്പറായിട്ട് പാടി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, മായുന്നുവോ മായുന്നുവോ ഓർമ്മകൾ, അവിടെ കുറച്ചൊന്ന് ഫീൽ, ഓർമ്മകൾ കേഴുന്നുവോ, ആ ഒരു ഫീൽ കൊടുത്താൽ നല്ലായിരുന്നു. യെസ്, വെരി ഗുഡ്. പറഞ്ഞു തന്ന അതുപോലെ തന്നെ അത് തിരിച്ച് പാടിത്തരുന്നുണ്ട്. അത് വലിയൊരു കഴിവുള്ള ഒരാളുടെ ലക്ഷണമാണ്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സാരംകുട്ടാ, മോൻ അസലായിട്ട് പാടി. സ്പെഷ്യലി പല്ലവി, ഏകാഗ്നി, ആ ഒരു ലൈന് പാടിയത്, ആ ഒരു ഡൈനമിക്സും ആ ഒരു ഫ്ലോയില് അതായിരുന്നു ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. തകർക്കാണ്. ആൻഡ് ഇനിയും സാരംകുട്ടന് പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം വളരെ സിൻസിയറായിട്ട് എല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നറിയാം. അത് ഡെഫിനറ്റ്ലി പാട്ടിൽ അത് കാണാനും ഉണ്ട് കേട്ടോ. മോൻ ഇന്ന് അസലായി പാടി. അതുകൊണ്ട് മോൻ്റെ ഇന്നത്തെ മാർക്സ് 98.75. Out of 100, yes. Of course. Of course. All the best. Okay. Bye bye. Bye bye.